നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് വീണ്ടും നമ്മൾ ഗീത ചർച്ചയുമായി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് മനസ്സിനെ അടക്കാനുള്ള ഉപായം ആണ്. ഗീതാശാസ്ത്രം നൽകുന്ന മനസ്സിനെ അടക്കാനുള്ള, ആത്മസംസ്ഥമാക്കി തീർക്കാനുള്ള ഉപായത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ശനൈ ശനൈരുപരമേത് എന്ന് പറഞ്ഞ് തുടങ്ങിയ ശ്ലോകം നമ്മൾ ശ്രദ്ധിച്ചു. ബുദ്ധി കൊണ്ട് നിർണയം ചെയ്യപ്പെട്ട ധൃതിഗൃഹീതയാ ബുദ്ധ്യ, ഏകാഗ്രമാക്കപ്പെട്ട ബുദ്ധി കൊണ്ട് വശീകരിക്കണം മനസ്സിനെ. വശീകരിക്കുക എന്ന് വെച്ചാൽ വശത്തേക്ക് കൊണ്ടുവരിക, അടുത്ത് കൊണ്ടുവരിക എന്നർത്ഥം. നമ്മൾ സാധാരണ വശീകരണം എന്നൊക്കെ പറയുമ്പോൾ ചിന്ത വേറെ മാറിപ്പോകും. അങ്ങനെയുള്ള വശീകരണം അല്ല പറയണത്. നിർണയിക്കപ്പെട്ട, ഏകാഗ്രമാക്കപ്പെട്ട ബുദ്ധി കൊണ്ട് മനസ്സിനെ ലക്ഷ്യസ്ഥാനമായ ആത്മാവിങ്കിലേക്ക്, സ്വരൂപത്തിങ്കിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരണം. മെല്ലെ മെല്ലെ പറഞ്ഞു കൊണ്ടുവരണം. ഈ താറാക്കൂട്ടത്തിൻ്റെ ഉപമ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. താറാക്കൂട്ടം അഥവാ ചിതറിപ്പോയാലും ഈ തോണിയിലിരിക്കുന്ന ആൾ പ്രത്യേക ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട്, അതിനെ വായ കൊണ്ട് പ്രത്യേക ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് അതിനെ തിരിച്ച് വീണ്ടും ഈ ഹേർഡിലേക്ക്, ഈ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആ ശബ്ദമുണ്ടാക്കുന്നത് തെറിച്ചുപോയ താറാക്കളെ തിരിച്ച് അതിൻ്റെ മാതൃകുലത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കുലത്തിലേക്ക്, അതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കാനുള്ള ഒരു പദ്ധതിയാണ്. അതുപോലെ ഒരു ശബ്ദമാണ് മന്ത്രം. ഈ താറാക്കൂട്ടത്തിലെ ആളുണ്ടാക്കുന്ന ശബ്ദം പോലെ ഒരു ശബ്ദമാണ് മന്ത്രം. മന്ത്രം സാധാരണ ശബ്ദമാണോ? അമ്മ നല്ലൊരു ഉദാഹരണം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത്, ഒരു ആശ്രമത്തിൽ ഒരു ഋഷിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും കൂടെ, കൊച്ചുകുട്ടികളടക്കം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുണ്ട്, മന്ത്രജപം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ മന്ത്രജപം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ നാട്ടിലെ രാജാവ് പര്യടനത്തിന് വന്നു. രാജാവ് ഇവരുടെ യാഗശാലയിൽ കടന്നത് ഗുരുവും ശിഷ്യന്മാരും ശ്രദ്ധിച്ചില്ല. കാരണം അവർ മന്ത്രജപത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. മന്ത്രശബ്ദങ്ങൾ, അവർ ഹോമം ചെയ്യുകയായിരുന്നു. ഹോമത്തിൽ പ്രയോഗിക്കപ്പെടുന്ന വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് രാജാവ് വന്നത് ഇവർ മനസ്സിലാക്കിയില്ല. അപ്പോൾ രാജാവിന് തന്നെ ഈ സന്യാസിയും അല്ലെങ്കിൽ ഈ ഒരു ഋഷിയും ശിഷ്യന്മാരും കൂടി അവഹേളിക്കുകയാണെന്ന് തോന്നി. രാജാവിന് ഈഗോ ഹേർട്ടായി. രാജാവ് ഉടനെ ആക്രോശത്തോട് പറഞ്ഞു, നിങ്ങൾ എന്ത് വിഡ്ഢികളാണ്! ഈ രാജ്യത്തെ രാജാവ് വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഈ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനൊക്കെ വല്ല ശക്തിയും ഉണ്ടോ എന്ന് ചോദിച്ചു. മന്ത്രശബ്ദങ്ങൾക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ എന്നാണ് ചോദിച്ചത്. വെറുതെ നിങ്ങളിത് ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ മാനിക്കാതെ എന്ന് രാജാവ് പറഞ്ഞു. ഉടനെ ഋഷി വളരെ വിനയത്തോടെ പറഞ്ഞു, ക്ഷമിക്കണം മഹാരാജൻ, ഞങ്ങൾ ഹോമത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കൊണ്ട്, മന്ത്രശബ്ദങ്ങളിൽ ശ്രദ്ധിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങ് വന്നത് കണ്ടില്ല. പക്ഷെ അങ്ങ് ചോദിച്ചതിന് ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞ് അവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അല്പം സംസാരിച്ചു. അതിനുശേഷം ഒരു ചെറിയ കുട്ടി, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, ഋഷിയുടെ ശിഷ്യൻ്റെ അടുത്ത് ചെവിയിൽ എന്തോ ഒന്ന് ഋഷി പറഞ്ഞു. അല്പം കഴിഞ്ഞ് രാജാവിനോട് ഈ ചെറിയ കുട്ടി വന്നിട്ട് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഋഷിക്ക് കോപം വന്നിട്ട് വാൾ ഊരിയിട്ട് പറഞ്ഞു, നിന്നെയും നിൻ്റെ ഗുരുവിനെയും ആശ്രമത്തെയും അര നിമിഷം കൊണ്ട് എനിക്ക് ചുട്ടരിക്കാൻ കഴിയും. നിൻ്റെയൊക്കെ കഴുത്ത് വെട്ടി കളയാൻ സാധിക്കും എന്ന് പറഞ്ഞു അലറാൻ തുടങ്ങി രാജാവ്. അപ്പോൾ ഋഷി പറഞ്ഞു, ശാന്തനാവൂ രാജാവേ, അങ്ങ് നേരത്തെ വന്നപ്പോൾ ചോദിച്ചല്ലോ, ഈ മന്ത്രശബ്ദങ്ങൾക്കൊക്കെ വല്ല ഫലസിദ്ധിയുണ്ടോ, വല്ല ശക്തിയുമുണ്ടോ എന്ന് ചോദിച്ചല്ലോ. ഇത് ഋഷിമാർ അനേക കാലങ്ങളുടെ തപസ്സുകൊണ്ട് കണ്ടെത്തിയ പ്രപഞ്ചത്തിൻ്റെ കോഡ്സാണ്, പ്രപഞ്ചത്തിൻ്റെ രഹസ്യ മന്ത്രങ്ങളാണ്. ആ തപസ്സിൻ്റെ ഫലമാണ് ഓരോ മന്ത്രവും. തപസാ ശ്രമേണ എന്ന് വേദം പറയുന്നു. അപ്പോൾ അത്രയും കാലത്തെ ഏകാഗ്രമായ തപസ്സുകൊണ്ട് ഒരു ഋഷി കണ്ടെത്തുന്ന മന്ത്രത്തിന് ശക്തി ഉണ്ടോ എന്നാണ് അങ്ങ് ചോദിച്ചത്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി അങ്ങയോട് ഇറങ്ങിപ്പോടാ എന്ന് 2 വാക്കുകൾ പറഞ്ഞു, വെറും സാധാരണ വാക്ക്.
അതിൻ്റെ പിന്നിൽ തപസ്സൊന്നുമില്ല. ഇറങ്ങിപ്പോടാ. 2 സാധാരണ വാക്കുകൾ പറഞ്ഞപ്പോഴേക്ക് അങ്ങയുടെ ഉള്ളിൽ മാനസിക വികാരം മാറുകയും സമനില തെറ്റുകയും അങ്ങ് ക്രുദ്ധനാവുകയും ആ കുട്ടിയെ കൊല്ലാനും എന്നെ കൊല്ലാനും ഈ യാഗശാല ചുട്ടിരിക്കാനുമൊക്കെ അങ്ങ് തയ്യാറായി. സാധാരണമായ തപോബലമില്ലാത്ത 2 ശബ്ദങ്ങൾ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങയിൽ ഇത്ര മാറ്റമുണ്ടായെങ്കിൽ അനേക കാലങ്ങളുടെ ഏകാഗ്രമായ തപസ്സുകൊണ്ടും ശ്രമം കൊണ്ടും ഋഷി കണ്ടെത്തിയ മന്ത്രങ്ങളുടെ ശക്തി എത്രത്തോളമായിരിക്കുമെന്ന് അങ്ങേക്ക് ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവിന് കാര്യം മനസ്സിലായി. ഇന്നായിരുന്നെങ്കിൽ അബദ്ധമായേനെ, ആ ഋഷിയെ കൊന്നേനെ. പക്ഷേ അന്നത്തെ രാജാക്കന്മാർക്ക് വിവരവും വെളിവും സംസ്കാരവും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെറ്റിനെ മാപ്പ് ചോദിച്ചിട്ട് ഋഷിക്ക് സമ്മാനങ്ങൾ നൽകിയിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഈ കഥ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മന്ത്രം ജപിക്കുമ്പോൾ അതിന് മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന് പലർക്കും സംശയമുണ്ട്. ആ സംശയം അസ്ഥാനത്താണ്. കേവലം വാക്കുകൾ വേണ്ട, ഒരു നോട്ടം പോലും നമ്മളിൽ വികാരങ്ങൾ ജനിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഋഷിമാർ കണ്ടെത്തിയ ഈ മന്ത്രങ്ങൾക്ക് 1000 ഇരട്ടി നമ്മെ സ്വാധീനിക്കാൻ കഴിയും. നമ്മെ മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവൻ സ്വാധീനിക്കാനുള്ള ശക്തി മന്ത്രങ്ങളിലുണ്ട്. ശ്രദ്ധയോടെ തപസ് അനുഷ്ഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ശ്രദ്ധയോടെ മന്ത്രപുരസ്ചരണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിലെ മാറ്റങ്ങൾ വളരെ പ്രകടമാണ്. അവൻ്റെ മനസ്സിലെ മാത്രമല്ല, അവൻ പെരുമാറുന്ന സമൂഹത്തിൽ അവനെ കൊണ്ടുണ്ടാവുന്ന മാറ്റവും വളരെ വലുതാണ്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, നമുക്കൊരു വിവേകാനന്ദ സ്വാമിയോ ഒരു ശ്രീനാരായണ ഗുരുദേവനോ ഒരു ശ്രീരാമകൃഷ്ണ പരമഹംസരോ ഒരു രമണ മഹർഷിയോ ഒരു ചട്ടമ്പി സ്വാമിയോ ഒരു അമൃതാനന്ദമയി ദേവിയോ ഇങ്ങനെയുള്ള ഒരു സത്യസായി ബാബയോ ഒരു ഷിർഡി ബാബയോ ഇങ്ങനെയുള്ള മഹാപുരുഷന്മാരാണ് സ്ഥായിയായ ഗുണം സമൂഹത്തിന് ചെയ്തിട്ടുള്ളത്. ഓരോന്നിനെ എടുത്ത് യുക്തിവാദത്തിൻ്റെ കല്ലിൽ വെച്ച് കൊത്തുന്നവരല്ല ലോകത്തിന് ഗുണം ചെയ്തിട്ടുള്ളത്. മനുഷ്യനും മൃഗങ്ങൾക്കും പ്രപഞ്ചത്തിനും എന്നും ഗുണം മാത്രം ചെയ്തിട്ടുള്ളവരാണ് മന്ത്രസിദ്ധന്മാരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് ഈ മന്ത്രം എന്തിനാണ്? മെല്ലെ മെല്ലെ അകലേക്ക് പോയ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉപാധിയാണ് മന്ത്രം. അവിടെ തന്നെ നിലനിർത്തി ആണിയടിക്കുന്നത് പോലെ, പേസ്റ്റ് ചെയ്യുന്നത് പോലെ, നെയിൽ ചെയ്യുന്ന പോലെ, എൻഗ്രേവ് ചെയ്യുന്ന പോലെ അവിടെ കൊത്തിവെക്കണം ആത്മസ്വരൂപത്തിങ്കൽ മനസ്സിനെ. അവിടെ അടിച്ചുറപ്പിച്ച് വെക്കണം. അതിന് മന്ത്രം സഹായിക്കും. ഏകാഗ്രത നേടാൻ മന്ത്രം സഹായിക്കും. ഏകാഗ്രത നേടിയാലോ എന്താ ഗുണം? വിവേകാനന്ദ സ്വാമികൾ പറയാറുണ്ട്, കോൺസെൻട്രേഷൻ ഈസ് എ സിംഗിൾ കീ ദാറ്റ് ക്യാൻ ഓപ്പൺ 100 doors. 100 കണക്കിന് വാതിലുകൾ തുറക്കാൻ കഴിവുള്ള ഒരു താക്കോലാണ് ഏകാഗ്രത. നിങ്ങൾ ഏതു വിഷയം പഠിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ എന്തിലാണെങ്കിലും ഏകാഗ്രതയുണ്ടെങ്കിൽ അതിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവ് ലഭിക്കുകയാണ്. അപ്പോൾ ഏകാഗ്രത എന്നത് അവശ്യമായി ലൗകികനും ആത്മീയ ജീവിയും എല്ലാവരും ഒരുപോലെ നേടേണ്ടതാണ്. പക്ഷേ ഭൗതിക ശാസ്ത്രത്തിൽ ഒരു ശാസ്ത്രജ്ഞൻ പരീക്ഷണത്തിലേർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഏകാഗ്രതയാണോ ആത്മസ്വരൂപത്തെ ധ്യാനിക്കുന്ന അല്ലെങ്കിൽ ദേവതയെ ധ്യാനിക്കുന്ന ഒരാൾക്കുണ്ടാവുന്നത്? ഏകാഗ്രതയുടെ അളവിൽ വ്യത്യാസമുണ്ട്. കാരണം ഒന്ന് തൻ്റെ മനസ്സിനെ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ്. ഒന്നിൽ അനേക വിഷയങ്ങളെ ശ്രദ്ധിക്കലല്ല അവിടെ ഏകാഗ്രത, മുഴുകിയിരിക്കലാണ് ശാസ്ത്രജ്ഞൻ ചെയ്യുന്നത്. എന്നാൽ ഋഷി അല്ലെങ്കിൽ ഒരു തപസ്വി ചെയ്യുന്നത് മനസ്സിനെ പൂർണ്ണമായും ഒരു വസ്തുവിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവൻ്റെ മനസ്സില്ലാതായി മനോനിഗ്രഹം സാധിച്ച് മനസ്സിനക്കരെയുള്ള ആത്മസ്വരൂപത്തിൻ്റെ ആനന്ദ തീരത്ത് അവനെത്തുകയാണ്. അതേസമയം ശാസ്ത്രജ്ഞൻ്റെ ശ്രദ്ധ ബാഹ്യശ്രദ്ധയാണ്. ബാഹ്യശ്രദ്ധ വേണ്ട എന്നല്ല, ബാഹ്യശ്രദ്ധ നമുക്ക് ഓരോ കർമ്മത്തിലും വേണം. പക്ഷെ ആന്തരികമായ ശ്രദ്ധ ഉണർന്നാൽ ബാഹ്യശ്രദ്ധ താനേ വരും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ മഹാത്മാക്കളെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഓരോ പ്രവൃത്തിയിലും ആ ശ്രദ്ധയും ഏകാഗ്രതയും സഹജമായി തന്നെ ഇരിക്കുന്നു. ഞാനൊരു പുസ്തകത്തിൽ, അമ്മയുടെ ആശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകത്തിൽ, എനിക്ക് തോന്നുന്നത് എഴുതിയത് സംപൂജ്യ ശ്രീ രാമകൃഷ്ണാനന്ദ സ്വാമിയാണ്. അമ്മയുടെ ശിഷ്യനായിട്ടുള്ള ശ്രീ രാമകൃഷ്ണാനന്ദപുരി മഹാരാജ് എഴുതിയതാണ് ആ പുസ്തകം എന്നാണ് എൻ്റെ ഓർമ്മ. അതിലൊരിടത്ത് പറഞ്ഞിരിക്കുകയാണ്, അമ്മ യാത്ര കഴിഞ്ഞ് എവിടെയോ ഭജനയ്ക്ക് പോയിട്ട്, അമ്മയും ശിഷ്യന്മാരും ഭജനയ്ക്ക് പോയിട്ട് പകൽ മുഴുവൻ ഈ ഭജന പാടിയിട്ട് പലയിടങ്ങളിൽ ഭജന പാടിയിട്ട്
രാത്രി വളരെ വൈകി തിരിച്ചെത്തി. എല്ലാവരും എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായ അവസ്ഥയിലാണ് ആശ്രമത്തിൽ തിരിച്ചെത്തുന്നത്. ഓരോരുത്തരും അവരവരുടെ മുറികളിലേക്ക് ഓടുകയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അല്പം കിടന്നാൽ മതി എന്ന രീതി അത്ര ക്ഷീണിതരായിട്ടാണ് വരുന്നത്. അമ്മയാണ് ആശ്രമത്തിലെ രീതി എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മചാരികൾ ചെയ്യുന്ന ജോലിയേക്കാൾ ഇരട്ടിക്കിരട്ടി അമ്മ ജോലി ചെയ്യും. ലീഡിങ് ബൈ എക്സാമ്പിളാണ് ആശ്രമത്തിൽ, ഓർഡറിങ് അല്ല. ഇത് ചെയ്യുന്നു പറയുക മാത്രമല്ല, അമ്മ എല്ലാ ജോലിയും ചെയ്യും. എല്ലാ ജോലിയും എന്ന് പറഞ്ഞാൽ ഏതാണോ എക്സ്ട്രീം നമുക്ക് ചിന്തിക്കാൻ പറ്റുക, കക്കൂസ് കുഴി, അതായത് മലം നിറഞ്ഞിരിക്കുന്ന സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങി നിന്ന് കോരി മാറ്റുന്ന ജോലി വരെ അമ്മയാണ് ആദ്യം ഇറങ്ങി ചെയ്യുക. ഞാൻ ജീവൻ മുക്തയാണ്, അതുകൊണ്ട് എനിക്ക് വേറെ ജോലിയൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ചെയ്താൽ മതി എന്ന ആക്രോശമല്ല അമ്മയുടെ ആശ്രമത്തിലുള്ളത്. അവിടെ അമ്മയാണ് ഏറ്റവും വലിയ ഉദാഹരണം. അമ്മ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. അങ്ങനെ മുമ്പ് പറഞ്ഞ പലരും കള്ള സന്ദേശങ്ങളാണ് നൽകിയിരുന്നത്. അവരുടെ ജീവിതവും അവരുടെ പ്രവൃത്തിയും തമ്മിൽ, അവരുടെ ചിന്തയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ പല നേതാക്കളെയും ചിന്തിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. പക്ഷെ അമ്മയെ നോക്കിയാൽ അറിയാം, ത്യാഗം, ശ്രദ്ധ. അമ്മയാണ് ലീഡർ. എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്? നോട്ട് ബൈ ഓർഡറിങ് ബട്ട് ബൈ ഷോയിങ് എക്സാമ്പിൾ. ഷീ ഹെർസെൽഫ് സെറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് ശരിക്കും നോക്കി പഠിക്കാൻ പറ്റുന്ന ഒരു വലിയ ഉത്തമമായ മാതൃകയാണ് അമ്മയുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ശിഷ്യന്മാരൊക്കെ വന്ന് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി എന്ന് അത്ര ക്ഷീണിച്ച് വന്ന് അർദ്ധരാത്രിയോട് അടുത്ത് എത്തി. എല്ലാവരും ഓരോരോ മുറികളിലേക്ക് പോയി. ഇടയ്ക്ക് അമ്മയുടെ മുറിയിൽ അർദ്ധരാത്രി കഴിഞ്ഞും പിന്നെയും ഒരു 1:30 മണി സമയത്തൊക്കെയും ലൈറ്റ് ഇങ്ങനെ എരിയുന്നത് കണ്ടു, പ്രകാശം കണ്ടു. അപ്പോൾ രാമകൃഷ്ണാനന്ദ സ്വാമിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം പോയി നോക്കിയിട്ട് അമ്മയുടെ അറ്റൻഡൻറ്റിനോട് ചോദിച്ചു, എന്താ അമ്മ ഉറങ്ങിയില്ലേ? എല്ലാവരും ഉറക്കത്തിലാണ്. ഇദ്ദേഹം ഉറങ്ങിയിട്ട് എണീറ്റ് ഒരു ഉറക്കം കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് എണീറ്റിട്ട് നോക്കിയപ്പോഴാണ് അമ്മയുടെ മുറിയിൽ ലൈറ്റ് കണ്ടത്. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് ചോദിക്കാൻ പോയതാണ്. അപ്പോൾ അറ്റൻഡൻറ്റ് പറഞ്ഞു, ഇല്ല, അമ്മ തുന്നുകയാണ്. നോക്കുമ്പോൾ എന്താ വെച്ചാൽ അന്നത്തെ യാത്രയിൽ അമ്മയുടെ സാരി എവിടെയോ തട്ടിയിട്ട് അല്പം കീറിപ്പോയിരുന്നു. ആ ഭാഗം തുന്നിച്ചേർക്കുകയായിരുന്നു അമ്മ രാത്രിയിലിരുന്നിട്ട്. എന്ന് വെച്ചാൽ ക്ഷീണം എന്നത് ഇങ്ങനെ ഒരു ജീവിതം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. നമുക്ക് എന്തു പറഞ്ഞും കളിയാക്കാം, പക്ഷെ അമ്മ ജീവിക്കുന്നത് പോലെ ഒരു ദിവസം ജീവിക്കാൻ സാധിക്കില്ല. ആ ത്യാഗം ഇങ്ങനെ നിറഞ്ഞ് ശോഭിക്കുന്ന ഒരു ജീവിതം. അമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു സാരി വേണമെന്ന് പറഞ്ഞാൽ 1000 സാരി അവിടെ വരും. പക്ഷേ ആ ലാളിത്യമാണ് അമ്മയാക്കി മാറ്റുന്നത്. ലളിതാംബികയുടെ ആ ഒരു മഹത്വം അവിടെ ശരിക്കും പ്രകടമാവുകയാണ്. അപ്പം അമ്മയുടെ ശിഷ്യന്മാർക്കത് വലിയ എക്സാമ്പിളാണ്. അതായത് നമ്മുടെ ഒരു വസ്ത്രം അല്പം കീറിപ്പോയാൽ ഉടനെ അത് കളഞ്ഞിട്ട് വേറെ വാങ്ങുകയല്ല, അത് ശരിയാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിപ്പിക്കുന്നത് മുഴുവൻ പറച്ചിലൂടെയല്ല. ഇപ്പം നമുക്ക് പറയുന്ന ഗുരുക്കന്മാർ ഒരുപാടുണ്ട്. പക്ഷെ സെറ്റിംഗ് ഇൻ എക്സാമ്പിൾ ഇൻ ലൈഫ്, ലീഡിങ് ബൈ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുമ്പോഴും അങ്ങനെ ശ്രദ്ധിക്കണം. വീട്ടിൽ കയറുമ്പോൾ പാദം കഴുകിയിട്ട് മാത്രം വീടിനകത്ത് കയറുക എന്നത് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വീട്ടിൽ ചെരുപ്പിട്ട് നടക്കാറില്ല നമ്മൾ പലരും. ഇപ്പോൾ പലർക്കും വാദത്തിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ചെരുപ്പിടാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാരണം നമ്മൾ തറയിലിടുന്നതൊക്കെ അങ്ങനത്തെ സാധനങ്ങളാണ്. പാദം കഴുകിയിട്ടാണ് നമ്മൾ വീട്ടിനകത്തേക്ക് കയറുക. ഹിന്ദു സംസ്കാരം അതാണ്. നമുക്കറിയാം, നമ്മൾ നടന്നു വരുന്ന പാദം എന്തായാലും ചൂടായിട്ടുണ്ടാവും. പാദത്തിനടിഭാഗത്ത് തലച്ചോറിലേക്കുള്ള അനേകം ഗ്രന്ഥികളുടെ അറ്റമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാദം ചൂടായി വരുമ്പോൾ തലയും ചൂടാവും. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമോ വിഷമോ വഴക്കമൊക്കെ ഉണ്ടായിട്ടാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിൽ പാദം നനയുമ്പോൾ താനേ തന്നെ തലയ്ക്കും അതിൻ്റെ ഗുണം ലഭിക്കും. ഇപ്പോൾ പാദം നനച്ചിട്ട് കഴുകിയിട്ട് കയറുമ്പോൾ വന്ന ആ ദേഷ്യം അല്ലെങ്കിൽ വന്ന ആ ഒരു കോപം മാറും. അപ്പം അതിഥികൾ വരുമ്പോൾ അവരോടും പാദം കഴുകിയിട്ട് അകത്ത് കടക്കാൻ നമ്മൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കണം. നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. പുറത്ത് വെള്ളം വെച്ചിട്ട് അവരതിൽ, നമ്മൾ പണ്ട് കിണ്ടി ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് ബക്കറ്റും വെള്ളം ആരും തിരക്കേടൊന്നുമില്ല. പക്ഷേ ബക്കറ്റും വെള്ളം ഒരുപാട് വെള്ളം ചിലവാകും. കിണ്ടിയാകുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമേ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ബക്കറ്റും വെള്ളം വെച്ച് കഴിഞ്ഞാൽ പാദം കഴുകി വരുന്ന അകത്തേക്ക് കടക്കുന്ന അതിഥിക്ക് അവൻ്റെ മനസ്സ് എത്ര പ്രക്ഷുബ്ധമാണെങ്കിലും ഈ പാദം കഴുകുക വഴി അവൻ്റെ മനസ്സ് ശാന്തമാവും. ദർ ഇസ് എ സൈക്കോളജിക്കൽ ഇഫക്റ്റ്. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അത്
കുട്ടികളോട് നിങ്ങൾ പാദം കഴുകിയിട്ട് അകത്തേക്ക് വരാവൂ എന്നിങ്ങനെ വിളിച്ച് പറയുന്നതിന് പകരം അച്ഛനും അമ്മയും അത് പുറത്തു പോയി വരുമ്പോൾ അത് കാണിച്ചു കൊടുത്താൽ കുട്ടി താനേ ചെയ്യും. 1000 തവണ പറയുന്നതിനേക്കാൾ ശക്തിയുണ്ട് ഒരു തവണ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിന്, ഡൂയിങ് ഇറ്റ്. അപ്പോൾ അതൊരു വലിയ ശക്തിയാണ്. അതുപോലെ സിഗരറ്റ് വലിക്കാതിരിക്കുക, സിഗരറ്റ് വലിക്കുന്ന ഭാഗത്ത് മാറിപ്പോകുന്ന ഒരു അച്ഛനെ കാണുന്ന കുട്ടി സിഗരറ്റ് വലിക്കില്ല. മറിച്ച് സ്വന്തം വായിൽ സിഗരറ്റ് വെച്ചുകൊണ്ട് നീ സിഗരറ്റ് വലിക്കരുത് മകനെ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അപ്പം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിച്ചിട്ട് കാര്യം നമുക്കുമില്ല അവർക്കുമില്ല. അതുകൊണ്ട് അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ എന്തിനെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മനസ്സിനെ അടക്കിയവരുടെ ലക്ഷണം അതാണ്. ജീവൻ മുക്തൻ്റെ എല്ലാ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ഒരു ഉപദേശമാണ്. അത് പ്രവൃത്തിയിലൂടെ കാണിക്കുകയാണ്. വെറും വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ ഓരോ രീതിയും അങ്ങനെയാണ്. അപ്പം അമ്മ ഇപ്പോൾ ഭജന ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭജന പാടിക്കഴിഞ്ഞാൽ കൈമണി കൊട്ടിക്കഴിഞ്ഞാൽ ആ കൈമണി വളരെ ശ്രദ്ധയോടെ ഒരു ചെറിയ കൊച്ചു കുഞ്ഞിനെ നിലത്ത് വയ്ക്കുന്ന പോലെ കൈമണി താഴെ വയ്ക്കും. ഒരു ഹാർമോണിയം ആണെങ്കിൽ അമ്മ തൊട്ട് വന്ദിച്ചിട്ടേ വായിക്കുള്ളൂ, തൊട്ട് വന്ദിച്ചിട്ടേ തിരിച്ചു വയ്ക്കുകയുള്ളൂ. അമ്മയെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പാഠങ്ങൾ, ഒന്നിലധികം പാഠങ്ങൾ, 1000കണക്കിന് പാഠങ്ങൾ ഒരു ശിഷ്യന് ഗ്രഹിക്കാൻ സാധിക്കും. ആ ശ്രദ്ധിച്ച് നോക്കിയിരിക്കാനുള്ള വിവേകമെങ്കിലും കാണിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഒരു മഹാത്മാവിനെ വിലയിരുത്താൻ സാധിക്കില്ല, പക്ഷേ ആ മഹാത്മാവിൻ്റെ പ്രവൃത്തിയിലുണ്ടായിരിക്കും എന്തൊക്കെയാണ് താൻ കൊടുക്കുന്ന സന്ദേശം എന്നുള്ളത്. ഇവിടെ ഇന്നലെ പറഞ്ഞത് മെല്ലെ മെല്ലെ മനസ്സിനെ ഒതുക്കി കൊണ്ടുവന്ന് ആത്മാവിങ്കിൽ എത്തിച്ച്, അതായത് തൻ്റെ ലക്ഷ്യത്തിലെത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കരുതെന്നാണ്. ഇനി അതേ കാര്യത്തെ മറ്റൊരു രീതിയിൽ പറയുകയാണ് ഇന്നത്തെ ഗീതാശ്ലോകം ചെയ്യുന്നത്. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതദാത്മന്യേവ വശം നയേത്. ഇന്നത്തെ ശ്ലോകം അതാണ്. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതദാത്മന്യേവ വശം നയേത്. ചഞ്ചലമായിട്ടുള്ള, സ്വഭാവേന ചഞ്ചലപ്രകൃതമായിരിക്കുന്ന മനസ്സിനെ സ്ഥിരമല്ല, എവിടെയും സ്ഥിരമായിട്ട് നിൽക്കില്ല, മനസ്സിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന സഞ്ചാരിയാണ്. അങ്ങനെയുള്ള മനസ്സ് ഏതേത് വിഷയത്തിൽ പ്രവേശിക്കുന്നുവോ, അത് ഒരു സ്ത്രീയെപ്പറ്റി ചിന്തിച്ചാലും ഒരു പുരുഷനെപ്പറ്റി ചിന്തിച്ചാലും ഒരു വസ്തുവിനെപ്പറ്റി ചിന്തിച്ചാലും ആ ചിന്തിക്കുന്ന വിഷയത്തിൽ നിന്ന് അതാത് വിഷയത്തിൽ നിന്ന് മനസ്സിനെ പ്രത്യാഹരിച്ച്, ഇന്ന് ഞാൻ പ്രത്യാഹാരം പറഞ്ഞു, പ്രത്യാഹരിച്ച് തിരികെ കൊണ്ടുവന്നിട്ട് നിവർത്തിപ്പിച്ചിട്ട് ആത്മനീയവ, ആത്മസ്വരൂപത്തിൽ തന്നെ വശം നയേത്, നിർബന്ധമായും നിശ്ചയമായി സ്ഥിരമായി നിർത്തണം. മനസ്സിനെ സ്ഥിരമായി നിർത്തണം. അതിന് സത്സംഗം വേണം. നമുക്ക് അത്ര എളുപ്പത്തിൽ സാധ്യമല്ല. നിത്യേന നമുക്കിപ്പോൾ വള്ളിക്കാവൽ അമ്മയുടെയൊക്കെ കൂടെ താമസിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല. കൂടെ താമസിക്കുന്നവർക്ക് അമ്മയുടെ സാമീപ്യമുണ്ട്. ഇപ്പോൾ ഒരു സത്സംഗം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം അമ്മ പറയുന്നത് ജീവാത്മ പരമാത്മ ഐക്യമാണ്. അതായത് പൂർണ്ണ മോക്ഷത്തെയാണ് സത്സംഗം എന്ന് ശരിക്കും പറയുക. പക്ഷെ നമ്മുടെ സാധാരണ കോമൺ പാർലൻസിൽ അതിൻ്റെ അർത്ഥം ഒരു മഹാപുരുഷൻ്റെ അടുത്ത് പോയി അവിടുത്തെ ഉപദേശം കേട്ടോ അല്ലെങ്കിൽ അവിടുത്തെ സേവ ചെയ്തോ അല്പസമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഹിന്ദു കുടുംബങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു കാര്യം മാസത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും, ഇപ്പോൾ ഈ കൊറോണയുടെ കാലമായതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും മഹാത്മാക്കളെ ദർശിക്കേണ്ടതാണ്. മഹാത്മാക്കൾ എന്നത് ഇപ്പോൾ ബ്രാൻഡ് ചെയ്തിട്ടും ഞാൻ മഹാത്മാവാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമുക്കറിയാമല്ലോ, നമുക്ക് ഓരോരുത്തരുടെ പ്രവൃത്തി കണ്ടാലറിയാം, അവരുടെ ജീവിത രീതികൾ കണ്ടാലറിയാം. അപ്പോൾ മഹാത്മാക്കളുടെ അടുത്ത് ഒരു അല്പസമയം ഇരിക്കുക. ഒരാൾ മഹാത്മാവാണോ എന്നുള്ളതിൻ്റെ തെളിവെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അമ്മയുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം അമ്മയുടെ കൃപ കൊണ്ട്, അമ്മയുടെ അപാരമായ കൃപ കൊണ്ട് അവിടുത്തെ അടുത്ത് ഇരിക്കാൻ, കുറച്ച് നേരം ഇരിക്കാനുള്ള അനുവാദം അമ്മ തരാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്, സാധാരണ മനസ്സാണ്. പക്ഷേ ആ സാധാരണമായ മനസ്സ് പോലും അമ്മയുടെ അടുത്ത് പോയി ഇരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നത് ശാന്തമാവുന്ന കാണാം. എന്തെല്ലാം ദുഃഖങ്ങൾ ജീവിതത്തിലുണ്ടായാലും എന്തെല്ലാം വിഷമങ്ങളുണ്ടായാലും അമ്മയുടെ അടുത്ത് വെറുതെ ഇരുന്നാൽ മതി. വളരെ എന്താ പറയേണ്ടത്, നമ്മൾ ആ സമയത്ത് കണ്ണ് വെറുതെ ഒന്ന് അടയ്ക്കാനും കൂടി കഴിഞ്ഞാൽ അവിടെ ധ്യാനം സംഭവിക്കുകയാണ്. അതായത് തോട്ട്ലെസ് മൈൻഡ് വിതൗട്ട് തോട്ട്സ്. ആ ചിന്തകൾ പൂർണ്ണമായും അങ്ങോട്ട് നമ്മൾ ശ്രമിച്ചാൽ അത് അടങ്ങില്ല.
അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ അത് സ്വാഭാവികമായി സംഭവിക്കുകയാണ്. തപസ് ചെയ്ത് പരിചയമുള്ളവനും തപസ് ചെയ്യാത്തവനും അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ആനന്ദമായിട്ടിരിക്കുന്നു. അപ്പോൾ ആനന്ദം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് പ്രശാന്തി അനുഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ ഭഗവാൻ രമണ മഹർഷിയുടെ സമാധി മന്ദിരത്തിൽ പോയാൽ ഏതൊരുവനും, മൃഗങ്ങൾക്ക് പോലും താനേ മനസ്സടങ്ങും. അതുപോലൊരു സ്വാഭാവികമായ പ്രശാന്തി അമ്മയുടെ ചുറ്റിലുമുണ്ട്. അത് സ്വാഭാവികമാണെങ്കിലും അത് പ്രചണ്ഡമാണ്. അതായത് മനുഷ്യനെ പിടിച്ചിങ്ങോട്ട് ആകർഷിച്ചിട്ട് അവിടെ ആത്മസ്വരൂപത്തിൽ ഇരിക്കേ എന്ന് പറയുന്ന പോലെ തോന്നും. അത്രയ്ക്ക് അമ്മയുടെ അടുത്ത് അതൊരു വൈബ്രൻ്റ് എനർജിയാണത്. മഹർഷിയുടെ അടുത്തൊരു ശാന്തതയാണ് അതിലുള്ളത്. അമ്മയുടെ അടുത്തൊരു വൈബ്രൻ്റ് എനർജിയാണ്. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, ശിവനും ശക്തിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടതിൽ. ശിവൻ പരമശാന്താവസ്ഥയാണ്, ശക്തി അതിൻ്റെ ഉജ്ജ്വലമായ പ്രകടീകരണമാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് അതിൻ്റെ ആ ചുറ്റും കർമ്മജാലം മുഴുവൻ ഉണ്ടെങ്കിലും അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ആ ശക്തിയുടെ പ്രവാഹം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ പറ്റും. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്തെത്തുമ്പോൾ അതിങ്ങനെ ഗംഗ ഒഴുകുന്നത് പോലെ ഒഴുകുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത അത്ര നിശ്ചലതയാണ്. അതേസമയത്ത് അമ്മയുടെ അടുത്ത് വരുമ്പോൾ അത് ദക്ഷിണേശ്വരത്തെ ഗംഗയെ പോലെ പ്രചണ്ഡമായ, നമ്മുടെ ഏറ്റവും ഉന്നതമായ കുണ്ടലിനിയുടെ പ്രസാരം പോലെയുള്ള ഒരു ശക്തി നിറഞ്ഞ ശാന്തിയാണ് അവിടെ. അതെങ്ങനെ എനിക്ക് വ്യാഖ്യാനിക്കണമെന്നറിയില്ല, അനുഭവിക്കുന്നവർക്കറിയാം. നമ്മുടെ ഉള്ള ക്രിയേറ്റിവിറ്റി മുഴുവൻ ഉണരും അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ. നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത തലങ്ങളിൽ നമ്മുടെ ഏറ്റവും സൂക്ഷ്മമായ നമ്മുടെ കഴിവുകളെ ഉണർത്തും അമ്മയുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ തന്നെ. അങ്ങനെ എത്രയോ പേർ അവിടെ വലിയ പാട്ടുകാരായിട്ടുണ്ട്, എത്രയോ പേര് വലിയ എഴുത്തുകാരായിട്ടുണ്ട്, എത്രയോ പേര് ചിത്രകാരന്മാരായിട്ടുണ്ട്, എത്രയോ പേര് ഒന്നാന്തര ശില്പികളായിട്ടുണ്ട്. അമ്മയിൽ നിന്ന് സകല കലകളും ഇങ്ങനെ വഴിഞ്ഞൊഴുകുകയാണ്. പക്ഷേ അത് ഇരുന്നിട്ട് നമ്മളത് നമ്മുടെ ഉള്ളിൽ നേടിയെടുക്കാൻ നമ്മൾ അടുത്തിരിക്കണം. അമ്മയിൽ നിന്ന് ആ ശക്തിപാദം സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. ഇതാണ് മഹാത്മാക്കളുടെ ലക്ഷണം. ഒരു മഹാത്മാവിൻ്റെ സാമീപ്യത്തിൽ താനേ തന്നെ ഒരു ഉപദേശവാക്യം കേട്ടിട്ടില്ല എങ്കിൽ പോലും മനസ്സ് ശാന്തമാവുന്നുവെങ്കിൽ അത് ഒരു മഹാത്മാവാണ്. അതുമാത്രമാണ് അതിൻ്റെ, വേറെ ഒന്നും അതിൻ്റെ യാഡ് സ്റ്റിക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അല്പബുദ്ധിയാണെങ്കിൽ കൂടെ എൻ്റെ ചിന്തയിൽ എനിക്ക് ഇത്രയേ തോന്നുന്നുള്ളൂ. പ്രശാന്തി, അവിഛിന്നമായൊരു പ്രശാന്തി അല്ലെങ്കിൽ ഒരു ശക്തി ഉള്ളിൽ നിറയുന്നതായിട്ട്, ഒരു ആനന്ദശക്തി ഉള്ളിൽ നിറയുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മഹാത്മാവിൻ്റെ അടുത്താണ് നിങ്ങൾ ഇരിക്കുന്നതെന്നർത്ഥം. അല്ലെങ്കിൽ നിങ്ങളൊരു മഹാത്മാവ് പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നതെന്നർത്ഥം. അല്ലെങ്കിൽ ഒരു മഹാത്മാക്കളുടെ സ്ഥിര സന്ദർശനം കൊണ്ട് പുണ്യമായ ഭൂമിയിലാണ് ഇരിക്കുന്നതെന്നർത്ഥം. ഈ അനുഭവം ഗംഗാതീരത്തുണ്ടാവും. കാരണം ഗംഗാദേവി സാത്വികമായ തപസ്വികളെ ആകർഷിക്കുന്ന ശക്തിയാണ്. ഗംഗയിൽ മുങ്ങി നിവർന്നാൽ തീർച്ചയായിട്ടും ആത്മീയമായ അനുഭവം ഉണ്ടാവും. ഗംഗ സാധാരണ നദിയല്ല, സ്വർഗംഗയാണ്, വീൺഗംഗയാണ്. അത് ഗംഗ സാധാരണ നദിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ നദിയിൽ മുങ്ങി എണീറ്റിട്ട് പിന്നെ പോയി ഗംഗയിലൊന്ന് മുങ്ങി എഴുന്നേൽക്കുക. ഗംഗയിലൊന്ന് മുങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ്റെ ആത്മീയ ജീവിതം സമ്പുഷ്ടമാവും. ആത്മീയതയുടെ നദിയാണ് ഗംഗ. ഗംഗ സിംബോളിക്കാണ് ശരിക്കും. ശ്രീ പരമേശ്വരൻ്റെ ശിരസിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കുണ്ടലിനി ഉണർന്ന്, അമ്മ പറഞ്ഞതാണ് കേട്ടോ, ഇതൊക്കെ വള്ളിക്കാവൽ അമ്മയുടെ ഉപദേശത്തിലുള്ളതാണ്. കുണ്ടലിനി ഉണർന്ന് പരിപക്വമായി അമൃതാനുഭവം ഉണ്ടായി അത് പ്രപഞ്ചത്തിലേക്ക് കാരുണ്യമായിട്ട് പൊഴിയും ഒരു മഹാത്മാവിൽ. ആ കാരുണ്യ ഗംഗയാണ്, ശിവൻ്റെ കാരുണ്യമാണ് ഗംഗയായിട്ട് പ്രവഹിക്കുന്നത്. അപ്പോൾ സാധകർ അവിടെ പോയി മുങ്ങി നിവരുമ്പോൾ, ഏത് സാധകർ അവിടെ മുങ്ങി നിവർന്നാലും അവർക്ക് നിശ്ചയമായും ആ ആനന്ദാനുഭൂതി ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ അതുപോലെ ഒരു മഹാത്മാവിൻ്റെ സാമീപ്യവും സാധകരിലെ ആത്മീയ സാധ്യതകളെ കണ്ടെടുക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണത് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, എവിടെയൊക്കെ മനസ്സ് പോകുന്നു അവിടുന്നൊക്കെ പിടിച്ച് ആത്മസ്വരൂപത്തിൽ നിർത്താൻ ഒരുപാട് പ്രയാസമുണ്ട്. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അങ്കലാപ്പവുമില്ല, മനസ്സ് ശാന്തതയെ പ്രാപിക്കുന്നു. ഇത് തന്നെയാണ് മഹാത്മാക്കളുടെ ജീവിതം കാണിച്ചു തരുന്നത്. അവർ ഇപ്രകാരം തപസ്സുകൊണ്ടും ശ്രമം കൊണ്ടും നേടിയെടുത്ത ആ പരമമായ സ്ഥാനം അത് അവർക്ക് ആസ്വദിക്കാനല്ല, മറിച്ച് ശ്രീ പരമേശ്വരൻ്റെ ശിരസിൽ നിന്ന് ബഹിർഗമിക്കുന്ന കാരുണ്യഗംഗ പോലെ മഹാത്മാക്കൾ അനേക ജനങ്ങളെ രക്ഷിക്കാനായിക്കൊണ്ടാണ് ഈ ലോകത്ത് പിറക്കുന്നത്. അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഗംഗയെപ്പോലെ ത്യാഗഗംഗയായിട്ട് ഒഴുകുകയാണ്. അമ്മയെപ്പറ്റി ഒരു ഭജന എനിക്ക് ഓർമ്മയുണ്ട്.
ആശ്രമത്തിൽ നമ്മുടെ സംപൂജ്യ അമൃതസ്വരൂപാനന്ദപുരി മഹാരാജ് പാടിയിട്ടുള്ളതാണ്. അദ്ദേഹം ഒന്നാന്തരം പാട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഈശ്വര, നമ്മുടെ സിനിമയിലെ ഗായകന്മാരെക്കാൾ ഒരു പക്ഷേ ഗംഭീരമായിട്ട് പാടുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാവഗംഭീരമാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം വെറും ഗാംഭീര്യം മാത്രമല്ല, ഭാവം നിറഞ്ഞതാണ്, പ്രേമം നിറഞ്ഞ ശബ്ദമാണ്. അപ്പം അദ്ദേഹം പാടിയൊരു ഭജനയിൽ, അമ്മയുടെ ഒരു ഭജനയിൽ, മക്കൾ തൻ പാപ വിഷം വിഴുങ്ങും ത്യാഗഗംഗതൻ തീർത്ഥത്തിലെന്നണയും വെന്തു നീറുന്നവർക്കക്ഷണമാശ്വാസം നൽകിയിടുമമ്മയെ എന്നു കാണും എന്നൊരു വരിയുണ്ട്. മക്കൾ തൻ പാപ വിഷം വിഴുങ്ങും ത്യാഗഗംഗതൻ തീർത്ഥത്തിലെന്നണയും വെന്തു നീറുന്നവർക്ക് അക്ഷണമാശ്വാസം നൽകിയിടും അമ്മയെ എന്നു കാണുമെന്നൊരു ഭജനയിലൊരു വരി വരുന്നുണ്ട്. അപ്പം അമ്മ ഒരു ത്യാഗഗംഗയാണ്, പ്രേമഗംഗയാണ്. മഹാത്മാക്കളെയൊക്കെ ഗംഗയായിട്ട്, ഗുരുക്കന്മാരെ, മഹാഗുരുക്കന്മാരെയൊക്കെ ഗംഗയുമായി താരതമ്യം ചെയ്യാറുണ്ട്, ഉപമ ചൊല്ലാറുണ്ട്. അതിന് കാരണം ഗംഗയുടെ പവിത്രീകരണ ശക്തിയാണ്, മഹാത്മാക്കളുടെയും പവിത്രീകരണ ശക്തിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കട്ടെ. ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ.